ഹായ് എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ മഴക്കാലത്ത് അല്ലെങ്കിൽ കർക്കിടക മാസത്തിലൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു വിഭവമാണ് കേട്ടോ. മുതിരത്തോരനാണ്. അപ്പോൾ മുതിരത്തോരന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുതിര എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഒന്ന് കഴുകിയിട്ട് നമുക്കിത് കുതിരാൻ വയ്ക്കാം. നമുക്കൊരു മൂന്നാല് മണിക്കൂറോളം ഒന്ന് കുതിർന്ന് കിട്ടണം. അതിനുശേഷം കുക്കറി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുതിരാൻ വെച്ചിട്ട് കുക്കറി വെച്ച് ഒരു 4 വിസിലടുപ്പിച്ചെടുത്തേക്കുന്നതാണ് കേട്ടോ. ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. മുതിര ചൂടായതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തെ ചൂടാക്കി വെക്കാനായിട്ട് മഴക്കാലത്ത് സാധിക്കുന്ന ഒരു വിഭവമാണ് കേട്ടോ ഇത്. ഇത് കഴിക്കുന്നത് മഴക്കാലത്താണ് ഉത്തമം എന്നാണ് പറയുന്നത്. വേനൽക്കാലത്ത് മുതിരയും കൂടെ കഴിക്കുമ്പോൾ ചൂട് കൂടുതലായിട്ടുണ്ടാവും. അപ്പം ഇനി ഇതിന് വേണ്ടിയിട്ട് നമുക്ക് അരപ്പിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എടുത്ത് വയ്ക്കാം. തേങ്ങ വേണം ആവശ്യത്തിന്, നിങ്ങളുടെ ആവശ്യത്തിന് തേങ്ങ എടുക്കുക. കൊച്ചുള്ളി, വെളുത്തുള്ളി, വറ്റൽമുളക്, കറിവേപ്പില, ജീരകം, ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കാം കേട്ടോ. ഒരുപാട് അരിഞ്ഞു പോകേണ്ട, ഈ ഒരു രീതിയിൽ ഒതുക്കിയെടുത്താൽ മതി. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്ത് കടുക് പൊട്ടിക്കാം. കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടി ചേർക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ തോരന് കിട്ടുന്നത്. അതിന് വേണ്ടിയിട്ടാണ്. അപ്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ അരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കുരുമുളകും കൂടി ഇട്ട് അരച്ചാൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഒതുക്കി വെച്ചേക്കുന്ന അരപ്പോട് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പ് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിക്കണം കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ആവശ്യമായി ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. മുതിരയ്ക്കകത്തേന് ഉപ്പിട്ടാണ് കേട്ടോ വേവിച്ചത്. അതുകൊണ്ട് ഈ അരപ്പിന് ആവശ്യമായി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരപ്പ് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അരപ്പ് നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ നമ്മുടെ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്തേക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ മുതിരയും കൂടെ കുറേശ്ശെയായിട്ട് കോരിയിട്ട് കൊടുത്ത് ഇളക്കിയെടുത്താൽ മതി. ഇതുമായിട്ട് വണ്ണമുള്ളവർക്കും ആർത്തവക്രമക്കേടും രക്തക്കുറവും ഒക്കെ ഉള്ളവർക്കൊക്കെയും ഇത് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇത് പാകം ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കഴിക്കാവുന്നതാണ്. മുതിര ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട് മുതിര വിളയിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണുക. കർക്കിടക കഞ്ഞിയിൽ പോലും നമ്മളൊരു കൂട്ടമായിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. നെഞ്ചിരിച്ചിലും പുളിച്ചു തകട്ടലും അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ മുതിര കഴിക്കാനായിട്ട് പറയുന്നില്ല കേട്ടോ. പ്രമേഹ രോഗികൾക്ക് പോലും ഒരു നേരത്തെ ഭക്ഷണമായിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു.